നിലവിലെ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് നിലവിൽ പ്രവേശിച്ചിരിക്കുന്നത്. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടുവാനായിട്ടുള്ളത് നിലവിലെ ISL ലീഗ് ഷീൽഡും അതുപോലെ തന്നെ ISL കപ്പും നേടിയെടുത്തിട്ടുള്ള, അതായത് ഈ രണ്ടിടത്തും ഒരേപോലെ ചാമ്പ്യന്മാരായിട്ടുള്ള മോഹൻ ബഗാനാണ് ഇനി അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ടഫ് ഓപ്പോണൻ്റ് തന്നെയാണ് മോഹൻ ബഗാൻ എന്ന് എടുത്ത് പറയേണ്ടതാണ്. ഈ ഒരു മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാൻ സാധ്യതയുള്ള ഒരു സാധ്യത 11 നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഗോൾ കീപ്പറായിട്ട് പരിക്ക് ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ പോലും സച്ചിൻ സുരേഷ് തന്നെ ഇറങ്ങുവാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത കൂടുതൽ. ഇനി ഡിഫൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4-2-3-1 എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും കഴിഞ്ഞ കളി ഇറങ്ങിയ അതേ ഒരു ഫോർമാറ്റ് തന്നെയായിരിക്കും ഒരു പക്ഷേ കോച്ച് ഡേവിഡ് കെറ്റാല ഈ ഒരു മത്സരത്തിലും ലൈനപ്പ് ക്രമീകരിക്കുക. അതിനാൽ തന്നെ ഡിഫൻസിൽ 4 പേര് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ എടുത്ത് പറയേണ്ട പേരുകളാണ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ മിലോസ് ട്രിൻസിച്ചനേതും അതോടൊപ്പം തന്നെ ബികാഷ് യുഗ്നാമിൻ്റെയും, ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിൽ നവോച്ച സിംഗും അതോടൊപ്പം തന്നെ ഹോമി പാമും കളിക്കുവാനായിട്ടാണ് സാധ്യതകൾ കൂടുതൽ. ഇനി 4-2-ലെ അതായത് ആ ഒരു ഡിഫെൻസീവ് യൂണിറ്റ് കൃത്യമായി നോക്കേണ്ട ജോലി ഒരു പക്ഷേ ഡുസാൻ ലെഗാട്ടനും അതോടൊപ്പം തന്നെ വിപിൻ മോഹനനുമായിരിക്കും. കഴിഞ്ഞൊരു കളിയിൽ നമ്മൾ സ്ഥിരം കാണുന്ന വിപിൻ മോഹനനെ അല്ലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഡിഫൻസിലേക്ക് കുറച്ചും കൂടി ഇറങ്ങി കളിക്കുന്ന വിപിനെയായി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സാധാരണ അറ്റാക്കിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന താരമാണ് വിപിൻ. എങ്കിൽ പോലും കഴിഞ്ഞൊരു കളിയിൽ ഡിഫൻസിലേക്ക് കുറച്ചും കൂടി ഇറങ്ങി കളിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി 4-2-3-1-ലെ ആ ഒരു ഫ്രണ്ടിൽ കളിക്കുന്ന 3 പേര്, അതായത് ആ ഒരു 3 പേര് നമുക്ക് നോക്കാം. ഈ ഒരു 3 പേരിൽ പ്രധാന പേരുകളെന്ന് പറയുന്നത് നോഹ സദോയി തന്നെയാണ്. കഴിഞ്ഞൊരു കളിയിൽ, അതായത് ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള കളിയിൽ പ്ലെയർ ഓഫ് ദ മാച്ചും വളരെ മികച്ച പ്രകടനവും അതുപോലെ തന്നെ എന്തിനേറെ പറയുന്ന ഒരു മികച്ച ഗോൾ ഉൾപ്പെടെ താരം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്നെ താരം ഈ ഒരു ലൈനപ്പിൽ ഉറപ്പായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് ക്വാമെ പെപ്രയുടെ പേരാണ്. നമുക്കറിയാം, ലൂണയ്ക്ക് നിലവിൽ ഒരു പരിക്ക് ഉണ്ട്. ആ ഒരു പരിക്ക് ഗുരുതരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിൽ പോലും താരത്തിന് ഒരു റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കോച്ച് ഡേവിഡ് കെറ്റാല. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ലൂണയുടെ സാന്നിധ്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനാൽ തന്നെ ലൂണയെ വെച്ചൊരു റിസ്കിന് കോച്ച് ഡേവിഡ് കെറ്റാല ശ്രമിക്കുമോ എന്നൊരു കാര്യം സംശയമായതിനാൽ തന്നെ താരത്തെ ഇറക്കുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. താരത്തിന് ഒരു ട്രെയിനിങ് സെഷനിലൊക്കെ റെസ്റ്റ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളത്. ലൂണയ്ക്ക് പകരം ക്വാമെ പെപ്രയ്ക്ക്, അതായത് സെക്കൻഡ് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ക്വാമെ പെപ്രയ്ക്ക് ഒരു സാധ്യത നമ്മൾ കൽപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് ഡാനിഷ് ഫാറൂഖാണ്. അതായത് ഈ ഫ്രണ്ടിൽ കളിക്കുന്ന 3 പേരുടെ, അതായത് ബോൾ റിക്കവറിംഗ് യൂണിറ്റിൽ കൂടുതൽ ശ്രദ്ധ നേടിയെടുക്കുവാനായിട്ട് ഡാനിഷ് ഫാറൂഖിന് സാധിക്കും എന്നതിനാൽ തന്നെ അദ്ദേഹത്തെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ഫ്രണ്ടിൽ കളിക്കുന്ന 3 പേരിൽ ഉണ്ടാവുക. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ട് ജീസസ് ജിമിനസ് തന്നെയായിരിക്കും കളിക്കുക. നമുക്കറിയാം, താരത്തിന് ആദ്യത്തെ മത്സരത്തിൽ അത്ര കണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ഒരു മികച്ച പ്രകടനം താരത്തിന് കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണമെന്ന് നമ്മൾ കൽപ്പിക്കുന്ന തന്നെ അദ്ദേഹത്തിന് ഫിനിഷിങ്ങിൽ വന്ന ചില പോരായ്മകളാണ്. നമുക്കറിയാം, അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ പെനാൽറ്റി അത് ഗില്ല് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം, അതായത് വിസിലടിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ലൈൻ വിട്ട് മുന്നോട്ട് കയറി വന്നതിനാലാണ് അവിടെ ഒരു റീക്കിക്ക് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടും ആദ്യത്തെ മത്സരത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോം ഔട്ടായിരുന്നു താരമെങ്കിൽ പോലും അടുത്തൊരു കളിയിൽ, അതായത് മോഹൻ ബഗാനെതിരായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ താരത്തിന് വളരെ മികച്ചൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.